സ്വയംവര സിൽക്സ് വർക്കലയിൽ നിന്ന് നമ്മൾ 8-ാം തീയതി വൈകുന്നേരം പോയി ഒരു ധാവണിയുടെ മെറ്റീരിയൽസ് മേടിച്ചായിരുന്നു എൻ്റെ വൈഫ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. എടുത്തോ, ഇത് ബ്ലൗസിൻ്റെ തുണി, ബ്ലൗസിൻ്റെ ലൈനിങ് വയ്ക്ക്. ഇത് മെറ്റീരിയലാണ്. നമ്മൾ 7.5 മീറ്റർ മെറ്റീരിയൽ മേടിച്ചു. 1 മീറ്റർ 179 രൂപ വെച്ചാണ്. അതിൽ ലൈനിങ്ങിൻ്റെ തുണി വേറെ, ഈ ബ്ലൗസിൻ്റെ തുണി വേറെ, ഇതെല്ലാം വേറെ. എന്നിട്ട് ആണ്ടേ ഇതിനകത്ത് തന്നെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ മിനുക്കം കിടക്കുന്നുണ്ടോ. ഇതെല്ലാം മേടിച്ചിട്ട് നമ്മളത് 14-ാം തീയതി കല്യാണത്തിനിടാൻ വേണ്ടി തയ്പ്പിച്ച് 13-ാം തീയതി വൈകുന്നേരം കിട്ടി. വൈകുന്നേരം തയ്ക്കുന്നതിന് മുമ്പ് തച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇവിടെ മൊത്തവും പൊടിയാവുന്നു. അവർ അവസാനം ആ വീട്ടിലെ വീട് അലർജി ഉണ്ടായതുകൊണ്ട് കഴുകി ഇറക്കി. അങ്ങനെ 14-ാം തീയതി കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ കല്യാണം വരുന്നത്, അതിന് പറ്റിയില്ല. അതിന് വേണ്ടിയാണ് ഇത്രയും സാധനം എടുത്തപ്പോൾ 2436 രൂപയായി. 2836 രൂപ 400 രൂപയുടെ ഒരു സാരിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബില്ല് നമ്മളെ ഇന്ന് ആണെങ്കിൽ സാരിക്ക് കൊടുത്തോണ്ട് ബില്ല് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓക്കെ, കല്യാണത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. എൻ്റെ വൈഫ് എൻ്റെ വൈഫ് പഴയ സാധനം എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ടോട്ടൽ ആയ പൈസ 2436 രൂപ. ഇത്രയും മെറ്റീരിയലിന് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിക്ക് എല്ലാം കൂടെയാണ്. അതിനുശേഷം തയ്ക്കിയ കൂലി 1300 രൂപ. ടോട്ടലായത് 736 രൂപ. ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. അതാ കുട ആണ്ടേ, കുടയിൽ നല്ലോണം. ഇതിൽ നിന്ന് ആ പൊടി പറക്കുന്നുണ്ടോ? ഇത് കണ്ട കല്ലിളവി പോകുന്നു, പൊടി പറക്കുന്നു. ആണ്ടേ, കല്ലിളവി വീഴുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ കയ്യിൽ കൊടുത്തു ഈ സാധനം. അപ്പോഴവർ ബില്ല് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ബില്ലില്ല, ബില്ല് നമ്മളെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് എടുക്കാം, കമ്പ്യൂട്ടർ ബില്ലില്ല, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കമ്പ്യൂട്ടർ പറഞ്ഞാൽ അവരെ ഹെഡ് ഓഫീസ് ഈ സ്വയംവര വർക്കലയാണ് ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് ഈ കേരളം മൊത്തം ആയത്. വർക്കല ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് ചോദിക്കാവുള്ളൂ. അങ്ങനെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇന്ന് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ തന്ന മെറ്റീരിയലിന് തിരിച്ചു തന്നായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറയുകയാണ് 1000, അതായത് ഈ തുണിക്ക് ഈ മെറ്റീരിയൽ ഈ പൊടിഞ്ഞു പോകണ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ പൊടിഞ്ഞു പോകണേ ഈ മെറ്റീരിയലിന് മാത്രം ഇത് 1342 രൂപ 50 പൈസ. കാരണം നിങ്ങളിത് പോകേണ്ട ഇതിൻ്റെ കല്ലും മെറ്റീരിയൽ പോകണുണ്ടോ, അതിൻ്റെ പകുതി പൈസ തരാം. അതായത് ഏകദേശം 700 രൂപ, 700 ഇല്ല 650 രൂപ. അപ്പോൾ എനിക്ക് 3736 രൂപയായ സാധനത്തിന് ഈ ലൈനിങ് എല്ലാവരും തന്നെ മേടിച്ചത്, എല്ലാം നമ്മൾ തയ്പ്പിച്ച 1300 ഇതെല്ലാം പോയിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനിയെങ്കിലും ആ കടയിൽ പോണവർ ഈ കാര്യം ശ്രദ്ധിക്കണം. ആണ്ടേ, അവർ പറയുന്നത് അവരെ കയ്യിലെ കുറ്റമല്ലെന്ന്. കടയിക്കുന്ന സ്റ്റാഫ് വരെ ചിരിക്കുന്നത് കണ്ടിട്ട്. ഈ സാരി എടുത്തുകൊണ്ട് ഈ ധാവണി എടുത്തുകൊണ്ട് എൻ്റെ വൈഫ് ആ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ അവിടെ എല്ലാം പൊഴിഞ്ഞ് വീഴുമ്പോൾ ആൾക്കാരെന്തായാലും വെളിയിലാക്കിയിട്ട് പറയും അലർജി ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ വർക്കല തുടങ്ങിയ സ്വയംവര. ഇപ്പം ആണ്ടേ കൊച്ചി, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, വാരിപ്പള്ളി, കൊടുങ്ങല്ലൂർ, കൊണ്ടോട്ടി, കോഴിക്കോട്, പാലക്കാട്, ഇത്രയും സ്ഥലത്തായിട്ടുണ്ട്. വർക്കലയാണ് തുടങ്ങിയത്. ഹെഡ് ഓഫീസ് പാരിപ്പള്ളി ഞാൻ പറയുന്നത്, കൊല്ലം പാരിപ്പള്ളി, തിരുവനന്തപുരം വർക്കലയാണ്. അതാണ്ട് എൻ്റെ മുത്തൊഴി പോയി വേണ്ട, ആണ്ടേ എൻ്റെ മുത്തൊക്കെ മുത്തൊഴി പോകണ്ട. അവരൊക്കെ 30 മീറ്റർ ഉണ്ടായിരുന്നു, ആരും കംപ്ലയിൻറ്റും കൊണ്ട് ചെന്നിട്ടില്ലെന്ന്. ഇത്രയും പൈസ ഏകദേശം 4000 രൂപയ്ക്കടുത്ത് ചിലവാക്കിയ സാധനം ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. അന്നേരം കൊണ്ടു ചെന്നപ്പം ഇന്ന് പറയാണ് അത് 1342 രൂപ 50 പൈസ വരെ പകുതി തരാമെന്ന്. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു നിങ്ങളല്ലേ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. സ്വയംവര സിൽക്സ് വർക്കല, അതിൻ്റെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് എൻ്റെ ബ്രാഞ്ചുകൾ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് പറ്റി എൻ്റെ ഒരു 4000 രൂപയ്ക്ക് അടുത്ത് പോയി. ആ 4000 രൂപ പോയത് മാത്രമല്ല, മാനസിക വിഷമം. എൻ്റെ ഭാര്യ ആറ്റി നോറ്റി കുതിച്ചിരുന്നു. എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണം വരുന്നത്, അതിനൊടുക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് 4000 രൂപ പോകണമെന്ന്. പക്ഷേ ആ കല്യാണത്തിന് അവർ ഈ നാത്തൂന്മാരെല്ലാം കൂടെ കൊടുത്തുകൊണ്ട് പോയിരുന്ന സാധനമാണ്. അവസാനം അവൾക്ക് മാത്രമല്ല, അവൾ പഴയ ചുരിദാർ ഇട്ടുകൊണ്ട് പോയി. ഈ മാനസിക വിഷമത്തിന് ആര് പരാജയം പറയും. 4000 രൂപ പോയത് പോയി, അത് പോയിട്ട് കുഴപ്പമില്ല. പക്ഷേ എടുത്തുകൊണ്ട് പോകാൻ പറ്റാഞ്ഞതോ? അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ കയ്യിലെല്ലാം നോക്കിയോ, അതാ നോക്കിയോ, എൻ്റെ കൈ ഈ തറയിൽ കിടക്കുന്നുണ്ടോ ഈ മിനുക്കങ്ങൾ. ആണ്ടേ കുടയാകുമ്പം അവരെന്ന് പറയുന്നത് അത് ആരും കംപ്ലയിൻറ്റ് വരും. ആണ്ടേ ഇതിനകത്ത് സ്റ്റോൺ പോകണുണ്ടോ? കുടഞ്ഞാണിച്ച് നല്ലോണം കുടഞ്ഞാണ്. ഇത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളിവിടെ ഉള്ളാണ്ട് ആ മുത്തൊക്കെ പറയ്ക്കുക മോനെ. ആണ്ടേ ഇതെടുക്ക്. ഇതിനിപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കൊതുവലയായിട്ട് അല്ല എന്നാണെങ്കിൽ ആണ്ടേ കൊണ്ടാണ്ടില്ലേ, കൊടാൻ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുക. ആണ്ടേ
ആണ്ടേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇപ്പം എൻ്റെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പൊടിയാവുന്ന ഇവിടെ വെച്ച് കാണിച്ചത്. ബാ 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 ദാ ഇവിടെ ഈ ടൈൽസിൽ കാണിച്ചില്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവും എന്തുമാത്രം പൊടിയാന്ന് പോകണമെന്ന്. അവർ പറയുന്നത് അങ്ങ് ശരിയാവുമെന്നാണ് ആണ് ഞാനിവിടെ കാണിച്ചത്. ഇതൊന്ന് കുടഞ്ഞിട്ട് ഇവിടെ ആകുമ്പോൾ ടൈൽസിൽ വീഴുന്ന കാരണം എൻ്റെ കൈ മൊത്തം പൊടി. കൂടാ ആണ്ടാ അതാ പോകണണ്ടാ ഇതാ കണ്ടോ ദാ ഇപ്പം ദാ ഒരു കുടയൊക്കെ കുടഞ്ഞപ്പോൾ പോയതാ. കുടേ കൂടെ 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 പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ ഉണ്ടാണ്ട് അവരൊക്കെ ഇത് ദോഷമാണ്. അത് ഫാൻ സോറി ഫാൻ കൂടെ ഇട്ടല്ലേ. കുട 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 നീ കുടയേ ആണ്ടേ ആണ്ടേ ഇതാണ് സാധനം.